ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നോട്ടീസ് പതിച്ചും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും പേരുകളും ചിത്രങ്ങളും കൊത്തിയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ നശിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ വേണം. There should be severe penalties against those who vandalize historical sites by posting notices, placing flex boards and carving names and drawings. നോട്ടീസ് പതിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പോസ്റ്റ് നോട്ടീസ്. പതിക്കുക പോസ്റ്റ്. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുക പ്ലേസ് ഫ്ലെക്സ് ബോർഡ്സ്. സ്ഥാപിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേസ്. പേരുകളും ചിത്രങ്ങളും കൊത്തുക കാർവ് നെയിംസ് ആൻഡ് ഡ്രോയിങ്സ്. കൊത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കാർവ്. പേരുകൾ നെയിംസ്, ചിത്രങ്ങൾ ഡ്രോയിങ്സ്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. നശിപ്പിക്കുക വാൻഡലൈസ്. കടുത്ത ശിക്ഷാ നടപടികൾ സിവിയർ പെനാൽറ്റീസ്. There should be severe penalties against those who vandalize historical sites by posting notices, placing flex boards and carving names and drawings. നോട്ടീസ് പതിച്ചും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും പേരുകളും ചിത്രങ്ങളും കൊത്തിയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ നശിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ വേണം. നിയമം ലംഘിക്കുന്നവർ അതിന് ഉത്തരവാദികളായിരിക്കണം. പീപ്പിൾ ഹൂ ബ്രേക്ക് ദ റൂൾസ് ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ. നിയമങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റൂൾസ്. ലംഘിക്കുക ബ്രേക്ക്. ഉത്തരവാദിയായ അക്കൗണ്ടബിൾ. പീപ്പിൾ ഹൂ ബ്രേക്ക് ദ റൂൾസ് ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ. നിയമങ്ങൾ ലംഘിക്കുന്നവർ അതിന് ഉത്തരവാദികളായിരിക്കണം. സംസ്ഥാനത്ത് 25 മണ്ഡലങ്ങളിലാണ് ഇവർ മത്സരിക്കുന്നത്. ദേ ആർ കണ്ടസ്റ്റിംഗ് ഇൻ 25 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേറ്റ്. മണ്ഡലം കോൺസ്റ്റിറ്റ്യുവൻസി. മത്സരിക്കുക കണ്ടസ്റ്റ്. ദേ ആർ കണ്ടസ്റ്റിംഗ് ഇൻ 25 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്ത് 25 മണ്ഡലങ്ങളിലാണ് അവർ മത്സരിക്കുന്നത്. ആന കാട്ടിലേക്ക് സ്വമേധയാ പിൻവാങ്ങി. ദ എലിഫൻറ്റ് റിട്രീറ്റഡ് വോളണ്ടിയർലി ഇൻ ടു ദ ഫോറസ്റ്റ്. ആന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എലിഫൻറ്റ്. കാട് ഫോറസ്റ്റ്. സ്വമേധയ വോളണ്ടിയർലി. പിൻവാങ്ങുക റിട്രീറ്റ്. ദ എലിഫൻറ്റ് റിട്രീറ്റഡ് വോളണ്ടിയർലി ഇൻ ടു ദ ഫോറസ്റ്റ്. ആന കാട്ടിലേക്ക് സ്വമേധയാ പിൻവാങ്ങി. വിനോദസഞ്ചാരവും മറ്റു വാണിജ്യ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവർ പൊതു ഇടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നു. They install boards in public spaces to promote tourism and other commercial activities. വിനോദസഞ്ചാരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടൂറിസം. വാണിജ്യ പ്രവർത്തനങ്ങൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. പ്രോത്സാഹിപ്പിക്കുക പ്രൊമോട്ട്. പൊതു ഇടങ്ങൾ പബ്ലിക് സ്പേസസ്. സ്ഥാപിക്കുക ഇൻസ്റ്റോൾ. They install boards in public spaces to promote tourism and other commercial activities. വിനോദസഞ്ചാരവും മറ്റു വാണിജ്യ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവർ പൊതു ഇടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നു. പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിജയം ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം പാർട്ടി നേതൃത്വം ഊന്നിപ്പറഞ്ഞു. The party leadership stressed the importance of ensuring the victory of all its candidates. സ്ഥാനാർത്ഥി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കാൻഡിഡേറ്റ്. വിജയം വിക്ടറി. ഉറപ്പാക്കുക എൻഷ്യൂർ. പ്രാധാന്യം ഇമ്പോർട്ടൻസ്. ഊന്നി പറയുക സ്ട്രെസ്. ദ പാർട്ടി ലീഡർഷിപ്പ് സ്ട്രെസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻഷ്യൂറിംഗ് ദ വിക്ടറി ഓഫ് ഓൾ ഇറ്റ്സ് കാൻഡിഡേറ്റ്സ്. പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിജയം ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം പാർട്ടി നേതൃത്വം ഊന്നി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് സമയത്തൊട്ടിച്ച ചിത്രങ്ങളും പോസ്റ്ററുകളും നിശ്ചിത സമയത്തിന് ശേഷം നീക്കം ചെയ്യണം. The wall paintings and posters that were put up during the election should be removed after a certain period of time. തിരഞ്ഞെടുപ്പ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എലക്ഷൻ. തിരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂറിങ് ദ എലക്ഷൻ. പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ ഒട്ടിക്കുക പുട്ട് അപ്പ്. നിശ്ചിത സമയം certain period of time. നിശ്ചിത സമയത്തിന് ശേഷം ആഫ്റ്റർ എ certain period of time. നീക്കം ചെയ്യുക റിമൂവ്. The wall paintings and posters that were put up during the election should be removed after a certain period of time. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒട്ടിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളും പോസ്റ്ററുകളും നിശ്ചിത സമയത്തിന് ശേഷം നീക്കം ചെയ്യണം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നു.
The party is mulling over announcing its candidates as soon as the election notification is released. തിരഞ്ഞെടുപ്പ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇലക്ഷൻ. വിജ്ഞാപനം, നോട്ടിഫിക്കേഷൻ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. പ്രസിദ്ധപ്പെടുത്തുക, റിലീസ്. സ്ഥാനാർത്ഥികൾ, കാൻഡിഡേറ്റ്സ്. പ്രഖ്യാപിക്കുക, അനൗൺസ്. ആലോചിക്കുക അല്ലെങ്കിൽ ദീർഘമായി ആലോചിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മൾ ഓവർ. The party is mulling over announcing its candidates as soon as the election notification is released. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നയുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നു. ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചും നോട്ടീസുകൾ ഒട്ടിച്ചും അവർ ചരിത്ര സ്മാരകങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു. They deface historical monuments by placing banners, flex boards and pasting notices. ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുക. പ്ലേസ് ബാനേഴ്സ് ആൻഡ് ഫ്ലെക്സ് ബോർഡ്സ്. സ്ഥാപിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേസ്. നോട്ടീസുകൾ ഒട്ടിക്കുക, പേസ്റ്റ് നോട്ടീസസ്. ഒട്ടിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പേസ്റ്റ്. ചരിത്ര സ്മാരകങ്ങൾ, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്. അപകീർത്തിപ്പെടുത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡീഫേസ്. They deface historical monuments by placing banners, flex boards and pasting notices. ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചും നോട്ടീസുകൾ ഒട്ടിച്ചും അവർ ചരിത്ര സ്മാരകങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു. ബോട്ടിൽ ഇടിച്ച കപ്പൽ തിരിച്ചറിയാൻ അധികൃതർ ശ്രമം തുടങ്ങി. The authorities have made efforts to identify the ship that rammed into the boat. ഇടിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റാം. കപ്പൽ, ഷിപ്പ്. തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ. അധികൃതർ, അതോറിറ്റീസ്. ശ്രമം, എഫേർട്ട്. The authorities have made efforts to identify the ship that rammed into the boat. ബോട്ടിലിടിച്ച കപ്പൽ തിരിച്ചറിയാൻ അധികൃതർ ശ്രമം തുടങ്ങി. ഞങ്ങൾ ജയിച്ചാൽ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഞങ്ങൾ സംരക്ഷിക്കും. If we win, we will safeguard democracy and secularism in the country. ജയിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വിൻ. രാജ്യം, കൺട്രി. ജനാധിപത്യം, ഡെമോക്രസി. മതേതരത്വം, സെക്കുലറിസം. If we win, we will safeguard democracy and secularism in the country. ഞങ്ങൾ ജയിച്ചാൽ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഞങ്ങൾ സംരക്ഷിക്കും. കൂട്ടിയിടിയിൽ ബോട്ട് രണ്ടായി പിളർന്നു, ജോലിക്കാർ കടലിൽ കുടുങ്ങി. The collision split the boat into two pieces, leaving the crew stranded in the sea. കൂട്ടിയിടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൊളീഷൻ. പിളരുക, സ്പ്ലിറ്റ്. ജോലിക്കാർ, ക്രൂ. കുടുങ്ങുക, സ്ട്രാൻഡ്. കടലിൽ കുടുങ്ങുക, സ്ട്രാൻഡഡ് ഇൻ ദ സീ. The collision split the boat into two pieces, leaving the crew stranded in the sea. കൂട്ടിയിടിയിൽ ബോട്ട് രണ്ടായി പിളർന്നു, ജോലിക്കാർ കടലിൽ കുടുങ്ങി. അവൻ തൻ്റെ മാനേജർക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തി. He has made a derogatory remark against his manager. അപകീർത്തികരമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെറോഗേറ്ററി. പരാമർശം, റിമാർക്ക്. പരാമർശം നടത്തുക, മേക്ക് എ റിമാർക്ക്. He has made a derogatory remark against his manager. അവൻ തൻ്റെ മാനേജർക്കെതിരെ അപകീർത്തികരമായ ഒരു പരാമർശം നടത്തി. സംഭവത്തെ തുടർന്ന് ബോട്ട് മുങ്ങി. Following the incident, the boat was submerged. സംഭവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻസിഡൻറ്റ്. സംഭവത്തെ തുടർന്ന്, ഫോളോയിങ് ദ ഇൻസിഡൻറ്റ്. മുങ്ങുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സബ്മേർജ്. ഫോളോയിങ് ദ ഇൻസിഡൻറ്റ്, ദ ബോട്ട് വാസ് സബ്മേർജ്ഡ്. സംഭവത്തെ തുടർന്ന് ബോട്ട് മുങ്ങി. താൻ ഒരു അഴിമതിയിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. He claimed that he had not engaged in any corruption. അഴിമതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കറപ്ഷൻ. ഏർപ്പെടുക, എൻഗേജ്. അവകാശപ്പെടുക, ക്ലെയിം. He claimed that he had not engaged in any corruption. താൻ ഒരു അഴിമതിയിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പ്രശ്നം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. He expressed his readiness to discuss the issue with the officers. പ്രശ്നം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇഷ്യൂ. ഉദ്യോഗസ്ഥർ, ഓഫീസേഴ്സ്. ചർച്ച ചെയ്യുക, ഡിസ്കസ്. സന്നദ്ധത, റെഡിനെസ്. പ്രകടിപ്പിക്കുക, എക്സ്പ്രസ്. He expressed his readiness to discuss the issue with the officers. പ്രശ്നം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. ദൃക്സാക്ഷി വിവരണങ്ങൾ അനുസരിച്ച് ആ മനുഷ്യൻ പാലത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നടന്ന് നദിയിലേക്ക് ചാടി.
According to eyewitness accounts, the man walked towards the bridge center and jumped into the river. ദൃക്സാക്ഷി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഐ വിറ്റ്നസ്. വിവരണങ്ങൾ അക്കൗണ്ട്സ്. അനുസരിച്ച് അക്കോർഡിംഗ് ടു. പാലം ബ്രിഡ്ജ്. മധ്യഭാഗം സെൻറ്റർ. മധ്യഭാഗത്തേക്ക് ടുവേർഡ്സ് ദ സെൻറ്റർ. നദി റിവർ. ചാടുക ജംപ്. According to eyewitness accounts, the man walked towards the bridge center and jumped into the river. ദൃക്സാക്ഷി വിവരണങ്ങൾ അനുസരിച്ച് ആ മനുഷ്യൻ പാലത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നടന്ന് നദിയിലേക്ക് ചാടി. കഴിഞ്ഞ 2 മാസങ്ങളായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. They have not been receiving their salaries for the last 2 months. കഴിഞ്ഞ 2 മാസമായി for the last 2 months. ശമ്പളം സാലറി. ലഭിക്കുക റിസീവ്. They have not been receiving their salaries for the last 2 months. കഴിഞ്ഞ 2 മാസമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. ആളുകൾ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വഴി കണ്ടെത്താൻ അവരുടെ സ്മാർട്ട് ഫോണുകളിലെ മാപ്പ് സേവനം ഉപയോഗിക്കുന്നു. People use the map service on their smartphones to find a way to their destinations. ആളുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പീപ്പിൾ. ലക്ഷ്യസ്ഥാനം ഡെസ്റ്റിനേഷൻ. വഴി കണ്ടെത്തുക ഫൈൻഡ് എ വേ. സേവനം സർവീസ്. ഉപയോഗിക്കുക യൂസ്. People use map service on their smartphones to find a way to their destinations. ആളുകൾ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വഴി കണ്ടെത്താൻ അവരുടെ സ്മാർട്ട് ഫോണുകളിലെ മാപ്പ് സേവനം ഉപയോഗിക്കുന്നു. പ്രദേശത്തുകൂടി കടന്നുപോയ ഒരു സംഘം മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിപ്പോയ ജീവനക്കാരെ കണ്ടെത്തി അവരെ രക്ഷപ്പെടുത്തി. A group of fishermen passing through the area spotted the trapped crew and rescued them. പ്രദേശം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏരിയ. പ്രദേശത്തുകൂടി ത്രൂ ദ ഏരിയ. കടന്നുപോകുക പാസ്. മത്സ്യത്തൊഴിലാളികൾ ഫിഷർമെൻ. ഒരു സംഘം എ ഗ്രൂപ്പ്. കുടുങ്ങിപ്പോകുക ട്രാപ്പ്. ജീവനക്കാർ ക്രൂ. കണ്ടെത്തുക സ്പോട്ട്. രക്ഷപ്പെടുത്തുക റെസ്ക്യൂ. എ ഗ്രൂപ്പ് ഓഫ് ഫിഷർമെൻ പാസിംഗ് ത്രൂ ദ ഏരിയ സ്പോട്ടഡ് ദ ട്രാപ്പഡ് ക്രൂ ആൻഡ് റെസ്ക്യൂഡ് ദം. പ്രദേശത്തുകൂടി കടന്നുപോയ ഒരു സംഘം മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിപ്പോയ ജീവനക്കാരെ കണ്ടെത്തി അവരെ രക്ഷപ്പെടുത്തി. ഈ നൂതനമായ വികസനം ലോകമെമ്പാടുമുള്ള മനുഷ്യജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. ദിസ് പാത്ത് ബ്രേക്കിംഗ് ഡെവലപ്മെൻറ്റ് റെവല്യൂഷണൈസ്ഡ് ഹ്യൂമൻ ലൈഫ് വേൾഡ് വൈഡ്. നൂതനമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പാത്ത് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ്. വികസനം ഡെവലപ്മെൻറ്റ്. ലോകമെമ്പാടുമുള്ള വേൾഡ് വൈഡ്. മനുഷ്യജീവിതം ഹ്യൂമൻ ലൈഫ്. വിപ്ലവം സൃഷ്ടിക്കുക റെവല്യൂഷണൈസ്. ദിസ് പാത്ത് ബ്രേക്കിംഗ് ഡെവലപ്മെൻറ്റ് റെവല്യൂഷണൈസ്ഡ് ഹ്യൂമൻ ലൈഫ് വേൾഡ് വൈഡ്. ഈ നൂതനമായ വികസനം ലോകമെമ്പാടുമുള്ള മനുഷ്യജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. പാതയോരങ്ങളിലും സ്മാരകങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത നോട്ടീസുകൾ തടയാൻ പുതിയ നിയമം സഹായിക്കും. The new law will help curb the illegal notices installed on the roadsides and memorials. പാതയോരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റോഡ് സൈഡ്. സ്മാരകങ്ങൾ മെമ്മോറിയൽസ്. സ്ഥാപിക്കുക ഇൻസ്റ്റോൾ. അനധികൃത ഇല്ലീഗൽ. തടയുക കർബ്. സഹായിക്കുക ഹെൽപ്പ്. പുതിയ നിയമം ന്യൂ ലോ. The new law will help curb the illegal notices installed on roadsides and memorials. പാതയോരങ്ങളിലും സ്മാരകങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത നോട്ടീസുകൾ തടയാൻ പുതിയ നിയമം സഹായിക്കും. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് വഴി മനസ്സിലാക്കിയ വൊക്കാബുലറി നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.